السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ അംബിയായിലെ 25 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് എടുക്കാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى
إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. കഴിഞ്ഞ ആയത്തുകളിൽ റബ്ബിന്റെ ഏകത്വം തന്നെയാണ് അല്ലാഹു തആല ഊന്നി പഠിപ്പിച്ചത്. ഒന്നിലേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമികൾ തന്നെ അതോടുകൂടി നശിക്കുമായിരുന്നു, ഫസാദാകുമായിരുന്നു. പക്ഷേ ആകാശഭൂമികൾ ഫസാദാകുന്നില്ല എന്നത് ഏകനായ ഇലാഹാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഇതാണ് മുൻകാല വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചതും ഈ കിതാബിന്റെയും ആശയം ഇത് തന്നെയാണ്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഹക്ക് മനസ്സിലാക്കാതെ ഇതിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്, അപകടിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് ഒന്നിച്ച ആയത്തിലും തൗഹീദ് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക നബിയെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല മിൻ റസൂലിൻ ഒറ്റ റസൂലിനെയും തന്നെ നാം അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ നൂഹി ഇലൈഹി അവർക്കെല്ലാം നാം വഹി നൽകിയിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന തീർച്ചയായും ഞാനല്ലാതെ ഇലാഹില്ല എന്ന വഹി നൽകിയിട്ടല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഫഅബ്ദൂൻ അതായത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ എന്ന ബോധനം നൽകാതെ ഒരൊറ്റ റസൂലിനെയും നിങ്ങൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. സുപരിചിതമായ ആയത്താണ്. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും അവർ പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ലോകത്തെ സൃഷ്ടാവ് മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ. സൃഷ്ടികൾ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ആശയമാണ് എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അത് പറയാനാണ് അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചത്. അതാണ് ഈ ആയത്തിൽ ഓർമ്മിപ്പിച്ചത്. വമാ അർസൽനാ നാം അയച്ചിട്ടില്ല. അർസല അയച്ചു, അർസൽന നാം അയച്ചു. വമാ അർസൽന നാം അയച്ചിട്ടില്ല മിൻ ഖബ്ലിക നിനക്ക് മുമ്പ് താങ്കൾക്ക് മുമ്പ് മിൻ റസൂലിൻ ഒറ്റ റസൂലിനെയും മിൻ റസൂൽ ആ മിൻ ഒന്നുമില്ല ഒറ്റൊന്നുമില്ല എന്ന് കാണിക്കുവാനാണ് മിൻ റസൂൽ. റസൂലൻ എന്ന് പറഞ്ഞുള്ളതിനേക്കാളേറെ ഒന്നുകൂടെ കൂടുതലേക്കുള്ള പ്രയോഗമാണ് മിൻ റസൂൽ. വമാ അർസൽന റസൂലൻ എന്ന് പറഞ്ഞാലും റസൂലിനെ അയച്ചിട്ടില്ല എന്ന് വരും. എന്നാൽ മിർ റസൂൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ റസൂലിനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ നൂഹി ഇലൈഹി, ഇല്ലാ നൂഹി ഇലൈഹി ഔഹാ യൂഹി ഔഹാ വഹി യൂഹി നൂഹി ഇല്ലാ നൂഹി നാം വഹി നൽകിയിട്ടല്ലാതെ ഇലൈഹി ആ റസൂലിലേക്ക് ഔഹ വഹി നൽകി, ബോധനം നൽകി. അതിന്റെ മുദാരിയാണ് യൂഹി. അതിന്റെ ജംഅ മുതകല്ലിമാണ് നൂഹി നാം വഹി നൽകും. ഇല്ലാ നൂഹി നാം വഹി നൽകുന്നവരായിക്കൊണ്ടല്ലാതെ ഇലൈഹി ആ റസൂലിലേക്ക്. എന്താണ് വഹി? അന്നഹു തീർച്ചയായും കാര്യം ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ ഒരു ഇലാഹില്ല. അതിനാൽ ഫഅബ്ദൂൻ അതായത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ. ഈ വഹി നൽകിയിട്ടല്ലാതെ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇതാണ് എനിക്കുള്ള ഒരു ബോധനം, എന്റെ മുമ്പ് വന്നവരുടെ ഒരു ബോധനം ഇതാകുന്നു. അതിനെ വ്യക്തമാക്കി. എനിക്ക് മുമ്പ് നബിക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട എല്ലാ റസൂലുമാർക്കും കൊടുത്ത വഹയാണ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ ഞാനല്ലാതെ ഇലാഹില്ല, അതാ എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന വഹി ലഭിക്കാത്ത ഒരു റസൂലും വന്നു പോയിട്ടില്ല. പക്ഷേ വഖാലു തഖദ റഹ്മാനു വലദാ അവര് പറയുന്നു, ജനങ്ങൾ പറയുന്നു, മുശ്രിക്കീങ്ങളായ ആളുകൾ, ബഹുദൈവ ആളുകൾ, അവര് പറയുന്നു, ഇത്തഖദ റഹ്മാനു വലദാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അതാ എന്നെ മാത്രം ആരാധിക്കുവീൻ എന്ന വഹി ലഭിക്കാത്ത ഒരു റസൂലും വന്നു പോയിട്ടില്ല. പക്ഷേ വഖാലു തഖദ റഹ്മാനു വലദാ വഖാലു അവര് പറയുന്നു, ജനങ്ങൾ പറയുന്നു, മുശ്രിക്കീങ്ങളായ ആളുകൾ, ബഹുദൈവ ആളുകളായ ആളുകൾ, അവര് പറയുന്നു,
ഇത്തഖദ റഹ്മാൻ, റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു വലദൻ, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അല്ലാഹുവിന് മക്കളുണ്ട്, മലക്കുകൾ അല്ലാഹുവിന്റെ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ആളുകൾ അവർക്കുള്ള ഖണ്ഡനമാണ്. അവർ പറയുന്നു ഇത്തഖദ റഹ്മാൻ വലദാ, അല്ലാഹു തആല റഹ്മാനായ റബ്ബ് മക്കളെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അല്ലാഹുവിന് മക്കളുണ്ട് എന്നുള്ളത്. സൃഷ്ടികൾക്കുള്ള വിശേഷണമാണ് മക്കളുണ്ടാവുക, മാതാപിതാക്കളുണ്ടാവുക, ഇണയുണ്ടാവുക. ഇതൊക്കെ സൃഷ്ടികളുടെ വിശേഷണമാണ്. സൃഷ്ടാവായ റബ്ബിനെ പറ്റി അവന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമാണ്. പറയാൻ പറ്റുന്നതാണ് സുബ്ഹാന എന്ന് പറയുന്നത്. പടച്ച റബ്ബ് എത്ര പരിശുദ്ധൻ. മക്കളുണ്ടാവൽ അല്ലാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച് അതൊരു അയ്ബാണ്, പോരായ്മയാണ്. അവന് മക്കളുണ്ട്, ഒരു ഭാര്യമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറവാണ്. പടച്ച റബ്ബിന് അങ്ങനെ ഇല്ല. സുബ്ഹാന ബൽ ഇബാദുൻ മുക്രമൂൻ, ബൽ എന്നല്ല, അവര് പറയുന്ന മക്കൾ അഥവാ മലക്കുകൾ ഇബാദുൻ മുക്രമൂൻ, മാന്യന്മാരായ അടിമകളാണ്. അടിമകളാണ്. മുക്രമൂൻ, മാന്യന്മാരായ അടിമകളാണ് ആ മലക്കുകൾ. അല്ലാതെ അല്ലാഹുവിന്റെ മക്കളൊന്നുമല്ല. മക്കത്തെ മുശ്രിക്കുകളുടെ വാദമായിരുന്നു മലക്കുകൾ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണ്. ഖുർആൻ പറയുന്നത് എടുത്തു പറഞ്ഞു. അല്ലാഹു തആല ജിന്നുകളിൽ വിവാഹം കഴിച്ചു വന്നു, അതിലുണ്ടായ മക്കളാണ്, പെൺകുട്ടികളാണ് മലക്കുകൾ എന്നും അവർ വിശ്വസിച്ചിരുന്നു. എല്ലാവരും ചില ആളുകൾ, മക്കത്തെ അറബികളിൽ ചില ആളുകൾ വിശ്വാസമതായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. മലക്കുകളൊന്നും റബ്ബിന്റെ മക്കളല്ല. അവർ ഇബാദുൻ മുക്രമൂൻ, മാന്യന്മാരായ അടിമകളാകുന്നു. അഥവാ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. ലാ യസ്ബിഖൂനഹു, അവർ അല്ലാഹുവിനെ മറികടക്കുകയില്ല. ബിൽ ഖൗലി, വാക്കുകൊണ്ട് പോലും അല്ലാഹുവിനെ മറികടക്കുകയില്ല. പടച്ച റബ്ബിനെതിരായി ഒരു വാക്ക് പോലും പറയാതെ പടച്ച റബ്ബിനെ പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കുന്ന മുക്രമീങ്ങളായ അടിമകളാകുന്നു അവർ. വഹും, ആ മലക്കുകൾ ബിഅംരിഹി, റബ്ബിന്റെ കൽപ്പന പ്രകാരം യഅമലൂൻ, അമൽ ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരുമാണ്. ഒരു വാക്കുകൊണ്ട് പോലും പടച്ച റബ്ബിനെ മുൻകടക്കുകയില്ല, മറികടക്കുകയില്ല. അല്ലാഹ് എന്ത് കൽപ്പിച്ചു ആ കൽപ്പനയെല്ലാം അപ്പടി പ്രാവർത്തികമാക്കുന്ന ഇബാദുൽ മുക്രമൂൻ, മാന്യന്മാരായ അടിമകളാകുന്നു മലക്കുകൾ. ആ മലക്കുകളെയാണ് ഇവർ അല്ലാഹുവിന്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് ചാർത്തി കൊടുക്കുന്നത് എന്നർത്ഥം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അല്ലാഹു തആല അറിയുന്നു മാ ബൈന ഐദീഹിം, അവരുടെ മുൻപിലുള്ളത്, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും. ആ മലക്കുകളുടെ എല്ലാ കാര്യങ്ങളും പടച്ചവൻ പറയുന്നു അർത്ഥം. അല്ലാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള അവന്റെ അറിവിനുള്ളിൽ നിൽക്കുന്ന അടിമകളാണ് മലക്കുകൾ. അവർ എന്ത് ചെയ്താലും അതെല്ലാം പടച്ചവൻ അറിയും. മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം, ഒരാളുടെ എല്ലാ ഭാഗത്തുമുള്ളതിനെ എല്ലാം വലയം ചെയ്ത് അറിയുക എന്ന് സൂചിപ്പിക്കാനാണ് മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ആ മലക്കുകൾ ശഫാഅത്ത് ചെയ്യുക പോലുമില്ല, ശുപാർശ ചെയ്യുക പോലുമില്ല. ഇല്ലാ ലിമൻ ഇർതദാ, പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ ചെയ്യുകയില്ല. പടച്ച റബ്ബിന് ഏറ്റവും അടുത്തവരാണ് മലക്കുകൾ, മുഖറബീകളാണ്, റബ്ബുമായി അങ്ങേയറ്റം സാമീപ്യമുള്ളവരാണ് അവർ. എന്നാൽ ആ സാമീപ്യം ഉണ്ടെന്ന് കരുതി അവരുടെ ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പോലും ആ മലക്കുകളില്ല. അല്ലാഹു തആല തൃപ്തിപ്പെട്ട റബ്ബ് അനുവാദം കൊടുത്തുവല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശുപാർശ എന്നല്ലാതെ സ്വാഭാവികമായും മറ്റുള്ള സൃഷ്ടികൾക്ക് അങ്ങനെയാണല്ലോ. ഒരാളുമായി അടുപ്പുണ്ടായി കഴിഞ്ഞാൽ ആ അടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു റെക്കമെൻഡ് എവിടെയെങ്കിലും ചെയ്യാതെ ഒരാളുമായി സാമീപ്യം അടുത്ത ആളാണ് എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം, ഒരു കാര്യലാഭത്തിന് വേണ്ടി ചില ശുപാർശകൾ അവർ ചെയ്യും. എന്നാൽ മലക്കുകൾ അതുമില്ല. അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണ്, സദാസമയം ഇബാദത്തിലാണ്, റബ്ബിനെതിരെ ചെയ്യാത്തവരാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായും പാലിക്കുന്നവരാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് എന്ന് കരുതി ഒരു ശുപാർശ പോലും ചെയ്യുകയില്ല. ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹു തആല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ പോലും ചെയ്യുകയില്ല. വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ, നേലാമാണെങ്കിലും വഹും, ആ മലക്കുകൾ മിൻ ഖശ്യതിഹി, റബ്ബിനോടുള്ള ഭയത്താൽ മുശ്ഫിഖൂൻ, പേടിക്കുന്നവരാണ്, ഭയപ്പാടുള്ളവരാകുന്നു അവർ. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് അവർ.
ഇബാദത്തുണ്ട്, അല്ലാഹുവിനെ എതിര് ചെയ്യാത്തവരാണ്, മുഖറബീങ്ങളാണ്, പടച്ചറബ്ബിനെ സാമീപ്യം നേടിയവരാണ്. എന്നാലും ആ റബ്ബെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടാണ് ആ മലക്കുകൾ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെയുള്ള മലക്കുകളെ ഇവർ അല്ലാഹുവിന്റെ മക്കളായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ചറബ്ബ് എത്ര പരിശുദ്ധ. അല്ലാഹുവിന് മക്കളില്ല, ഈ മലക്കുകളൊന്നും മക്കളല്ല. അങ്ങനെ മക്കൾ ഉണ്ടാകാൻ ന്യായവുമില്ല. അബ്ബദിൽ ഏറെ പരിശുദ്ധനാകുന്നു. ചില ആളുകൾ മലക്കുകളെ ആരാധിച്ചു, ഇലാഹാണെന്ന് പറഞ്ഞു ദൈവികമായ പരിവേഷം നൽകി മലക്കുകളെ ദേവന്മാരായി ദേവിമാരായി കണക്കാക്കി ആരാധിക്കുന്നവർ ആ മലക്കുകളിൽ വല്ലവനും പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറിച്ച് എന്തു പറഞ്ഞാൽ, ഇന്നി ഇലാഹുൻ, ഞാൻ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ, ആ മലക്കുകൾ ഞാനാണ് ആരാധ്യൻ, ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ, പടച്ചറബ്ബിന് പുറമെ ഞാനും ഇലാഹാണ് എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞവൻ, ആ മലക്ക് അവന് നാം പ്രതിഫലമായി നൽകും ജഹന്നം, നരകമാണ് അവർക്കുള്ള പ്രതിഫലം. അവിടെ മലക്കൊരിക്കലും ദിവ്യത്വം ബാധിക്കുകയില്ല. എന്നാൽ മലക്കുകൾ പറയുകയില്ല, അത് പറയാൻ അവകാശമില്ല. അതിനുള്ള മലക്കുകൾ പറഞ്ഞാൽ ആ മലക്കിന്റെ പ്രതിഫലം നരകമാകുന്നു. അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക. അക്രമികളായ ആളുകൾക്ക് നാം നൽകുന്ന പ്രതിഫലം നരകമാണ്. ആ പ്രതിഫലം തന്നെയായിരിക്കും ഏത് മലക്കാണെങ്കിലും ഞാൻ ഇലാഹാണ് എന്ന് വാദിച്ചാൽ എത്ര മുഖറബായ മലക്കായിട്ടും കാര്യമില്ല. പടച്ചറബ്ബിനെ സാമീപ്യം നേടിയ ഇബാദത്തിൽ മുഴുകിയ ഒരു മലക്കാണെങ്കിൽ പോലും ദിവ്യത്വം ബാധിക്കുന്നുവെങ്കിൽ, ഞാനും ഇലാഹാണ് എന്ന് അവകാശിക്കുന്നുവെങ്കിൽ ആ മലക്ക് നരകാവകാശിയായി മാറും എന്നുകൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. سبحانك اللهم وبحمدك. السلام عليكم.